മിലി വാതിൽ കടന്ന് തല എന്തിലോ പോയി ഇടിച്ചു. അയ്യോ! മിലിയുടെ ശബ്ദം അവിടെ മുഴുവൻ കേട്ടു. നെറ്റി ഒഴിഞ്ഞ് തലയുയർത്തി നോക്കുമ്പോൾ നെഞ്ചുമൊഴിഞ്ഞു നിൽക്കുന്ന ക്രിസ്റ്റിയാണ് കാണുന്നത്. എന്താ ഇത്, പാറക്കല്ലോ! എന്ത് വേദനയാണ്! മിലി നെറ്റി ഒഴിഞ്ഞുകൊണ്ട് അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു. എവിടെ നോക്കിയടി നടക്കുന്നത്? ക്രിസ്റ്റി മിലിയെ നോക്കി കലിപ്പിട്ടു. ആ, എന്നെ പറയുന്നു, താൻ എവിടെ നോക്കിയാണ് നടക്കുന്നത്? മുഖത്ത് 2 കണ്ണുണ്ടല്ലോ. മിലി അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. ചെന്നൈ എക്സ്പ്രസ് പോലെ മുന്നിലേക്ക് ചാടി വീഴുമ്പോൾ ഞാൻ എങ്ങനെയാണ് കാണുന്നത്? ക്രിസ്റ്റി വിട്ടുകൊടുക്കാതെ പറഞ്ഞു. ഇവരുടെ ശബ്ദം കേട്ട് അടുക്കൽ നിന്ന് ആമി ഓടി വന്നു. മുകളിലേക്ക് കയറി ആദ്യം താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ 2 പേരുടെയും തമ്മിൽ തല്ല് തീർന്നിട്ടില്ല. ആദ്യം ആമിയെ നോക്കി എന്താ കാര്യമെന്ന് കണ്ണുകൊണ്ട് ചോദിച്ചു. അവള് തോളും മേലോട്ടും താഴോട്ടുമാക്കി അറിയില്ല എന്ന് പറഞ്ഞു. ഒന്ന് പോയടി, എടിപ്പൊടി എന്നൊക്കെ തൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? അവസാനം ഗതികിട്ട് ആദ്യം വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് 2 പേരും ചുറ്റും നോക്കുന്നത്. ആബിയാണെങ്കിൽ ഇവിടെ ആരെ ഇപ്പൊ പടക്കം പൊടിച്ചെന്ന ഭാവത്തിലും. ദാദി, ഏതാടാ ഈ പുട്ടിഭൂതം? ക്രിസ്റ്റി ആദ്യം നോക്കി ചോദിച്ചത് കേട്ട് അവിടെ നിന്നവർക്ക് എല്ലാം ചിരി വന്നു. മിലയാണെങ്കിൽ അവനെ ഇപ്പൊ കൊല്ലുമെന്ന മട്ടിൽ നിൽക്കാണ്. പട്ടിഭൂതം തന്റെ കുഞ്ഞമ്മ! മിനി ക്രിസ്റ്റിയുടെ നേരെ ചീറി. ക്രിസ്റ്റി എന്തോ പറയാൻ വന്നപ്പോഴേക്ക് ആദ്യം പിടിച്ചു വെച്ച. ആൽബിയുടെ പെങ്ങളാണടാ അവന്റെ മിലി. ആദ്യം പറഞ്ഞത് കേട്ട് ഇത് എന്ന ഭാവത്തിൽ ക്രിസ്റ്റി അവളെ നോക്കി. അവളാണെങ്കിൽ അവനെ കണ്ണുരുട്ടി പീഡിപ്പിക്കുന്ന തിരക്കിലും. എന്റെ ഈശോയെ, ആൽബിയുടെ പെങ്ങൾ ഇത്രയ്ക്ക് ദുരന്താണോ? ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് മിലി അവന്റെ കാലിനിട്ട് ഒരു ചവിട്ട് കൊടുത്ത് അടുക്കളയിലേക്ക് പോയി. നിങ്ങൾ വലിയവനാണ് സഹോ, ആമി ക്രിസ്റ്റിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മിലിയുടെ പിറകെ പോയി. ആമി ക്രിസ്റ്റിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അടുക്കളയിലേക്ക് പോയി. മിലി സ്ലാബിന്റെ മുകളിൽ കയറിയിരുന്ന് ഓരോന്ന് പിറുപിറുക്കുമ്പോഴാണ് മറ്റു 2 അവിടേക്ക് വന്നത്. എടിയേ, നീ എന്നാ ഇങ്ങനെ ഇരിക്കുന്നേ? ആബി ചൊറിയുക എന്ന ലക്ഷ്യത്തോട് അവളോട് ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചു പറയൂ? മിനി തലയുയർത്തി 2 പേരെയും നോക്കി ചോദിച്ചു. ആ, നീ ചോദിക്കേ. ആമി ദോശ പാനിലേക്ക് ഒഴിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഇതിലേക്ക് ബോറാണോ? അത് കേട്ട് ആമിയും ആബിയും മുഖത്തോട് മുഖം നോക്കി. സത്യം പറയണോ കളവ് പറയണോ? ആബി ഒരു അടി പുറകിലേക്ക് നീങ്ങിയെന്നുകൊണ്ട് ചോദിച്ചു. സത്യം പറ. പെറ്റ തള്ള സഹിക്കൂല. ആമിയുടെ മറുപടി കേട്ട് ആബി ചിരിക്കാൻ തുടങ്ങി. മിലിയാണെങ്കിൽ അണ്ടിപ്പോയ അണ്ണാന്റെ കൂട്ടം. നാളെ മുതൽ ഇതെല്ലാം ഒഴിവാക്കണം. ഇനി ആരും എന്നെ കളിയാക്കരുത്, എൻ്റെ ചാച്ചനെയും. അത് പറഞ്ഞുകൊണ്ട് മിലി അകത്തേക്ക് പോയി. ആബിയും മാമിയും പരസ്പരം നോക്കി ചിരിച്ചു. ക്രിസ്റ്റിയും മാമിയും ആദ്യം ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. സംസാരത്തിൻ്റെ ഇടയ്ക്ക് ആമിയുടെ നെറുകയിൽ കയറി. ആദ്യ വേഗം വെള്ളമെടുത്ത് കൊടുക്കാനും തലയിൽ കൊട്ടി കൊടുക്കാനും തുടങ്ങി. ഇതെല്ലാം കണ്ട് ക്രിസ്റ്റി ചെറു ചിരിയോടെ കഴിക്കാൻ തുടങ്ങി. ഓക്കെ ആയോ? ആദ്യ ആമിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അവൾ തലയാട്ടിക്കൊണ്ട് വെള്ളം കുടിച്ചു. ആദ്യം തൻ്റെ കസേരയിൽ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ക്രിസ്റ്റിയുടെ ആക്കിയുള്ള ചിരി ശ്രദ്ധിക്കുന്നത്. എന്താടാ എന്ന് ചുണ്ടനക്ക് ചോദിച്ചു. അതിന് ക്രിസ്റ്റി ഒന്നുമില്ല എന്ന് കാണിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആദ്യം ചെറു ചിരിയോടെ കഴിക്കാൻ തുടങ്ങി. ഇതൊന്നും അറിയാതെ നെറുകയിൽ കയറിയപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വന്ന് തൻ്റെ കൺമശി പോയ എന്ന ടെൻഷനിലാണ് ആമി. കഴിച്ചു കഴിഞ്ഞ് ക്രിസ്റ്റി നേരെ പുറത്തേക്ക് ഇറങ്ങി ഫോൺ എടുത്തൊരു നമ്പറിലേക്ക് വിളിച്ചു. ഒന്നും പേടിക്കാനില്ല എന്തോമേ, ഇവിടെ എല്ലാം സെറ്റാണ്. അതിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങിയ പോലെ ഉണ്ട്. ഒന്നും പേടിക്കാനില്ല. ആമിയുടെ മുഖത്തെ പെരുമാറ്റത്തിൽ ഒന്നും സങ്കടമില്ല. ഞാനിത് ചോർത്താൻ വന്നതാണെന്ന് അറിഞ്ഞ അവൻ എന്നെ കൊല്ലും. അതുകൊണ്ട് ഞാൻ വെക്കാണ്, പിന്നെ വിളിക്കാം. അതും പറഞ്ഞ് ക്രിസ്റ്റി ഫോൺ പോക്കറ്റിലിട്ടു. കുറച്ചു മാറി ആബിയോട് എന്തോ സംസാരിച്ചെന്ന് മിലി കണ്ടത് ആരോട് ചിരിയോടെ സംസാരിച്ച് ഫോൺ പോക്കറ്റിൽ വെക്കുന്ന ക്രിസ്റ്റിയാണ്. ക്രിസ്റ്റി ചിരിഞ്ഞപ്പോൾ കണ്ട് തന്നെ തുറച്ചു നോക്കുന്ന മിലിയെയും. അവൻ മീശ പിരിച്ചുകൊണ്ട് അവളെ നോക്കി. മിലി അതിനെ പുച്ഛിച്ചുകൊണ്ട് മുഖം തിരിച്ചു. ആമി കഴിച്ചതെല്ലാം അടുക്കളയിൽ കൊണ്ടുവച്ച് പാത്രം കഴുകി ബാഗ് എടുക്കാൻ മുകളിലേക്ക് പോയി. ആമി! ആദിയുടെ മുറിയിൽ നിന്ന് അവൻ്റെ ശബ്ദം കേട്ട് ബാഗ് എടുത്തവൾ അവിടേക്ക് ഓടി. എന്താ? വാതിൽ പഴി നിന്നുകൊണ്ട് ചോദിച്ചു. വാലറ്റിൽ നിന്ന് പൈസ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. ഇന്നലെയും അതിനു മുമ്പ് തന്നതൊക്കെ ഉണ്ട്. സാരില്ല, എന്തെങ്കിലും ആവശ്യം വരും. അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആമി വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ആദ്യം ഒന്ന് നോക്കിയപ്പോൾ നല്ല കുട്ടിയായി. കൺമശി ഒന്നാകെ പടർന്നിട്ടുണ്ട്, അത് തുടച്ചേക്ക്. ആദ്യം അത് പറഞ്ഞതുകൊണ്ട് യൂണിഫോമിന്റെ ഷർട്ട് ഇട്ടു. ആമി അവന്റെ മുറിയിലെ കണ്ണാടിയിൽ നോക്കി. കൺമശി നന്നാക്കുമ്പോൾ ആദ്യം പുറകിൽ വന്നു നിന്ന് അവളുടെ അരികിലൂടെ ചെന്ന് ബെൽറ്റ് എടുക്കാൻ നോക്കിയത്. അവളുടെ കഴുത്തിൽ പതഞ്ഞ അവന്റെ ശ്വാസത്തിൽ അവൾ ആകെ അസ്വസ്ഥയായി. ബെൽറ്റ് എടുത്ത് മാറിയപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. വേഗം കണ്ണു തുടച്ച് താഴേക്ക് ഓടി. ആദ്യമാണെങ്കിൽ ഇവൾക്കിത് എന്ത് പറ്റി എന്ന് ചിന്തിക്കുകയാണ്. ആമി ആബിയുടെയും മിലയുടെയും അടുത്തേക്ക് ചെന്നു ക്രിസ്റ്റിയോട് യാത്ര പറഞ്ഞ് അവൾ വേഗം ഇറങ്ങി. ഇപ്പം 3 പേരും ബസ്സിലാണ് പോകുന്നത്. ബസ് കോളേജിന്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ നിർത്തി. അവിടെ അവരെയും കാത്ത് പവിത്ര ഉണ്ടായിരുന്നു. പവിത്ര ആദ്യമൊന്നും മിണ്ടിയില്ലെങ്കിലും
പിന്നെ അവരോട് കൂട്ടുകൂടാൻ തുടങ്ങി. ഭയങ്കര സൈലൻ്റാണ് ആള്. ഒരു ബുക്ക് എപ്പോഴും കൂടെ കാണും. അതാരെയും എടുക്കാൻ അവൾ സമ്മതിക്കില്ല. പവിയോട് ചിരിച്ച് അവളെയും കൂട്ടി കോളേജിലേക്ക് നടന്നു. ഇന്നല്ലേ മറ്റേ ചേട്ടൻ ലാൻഡ് ആവുന്നത്? ആബി ഒത്തിരി സന്തോഷത്തോടെ പറഞ്ഞു. ഏത്? മനസ്സിലാവാതെ ആമി ചോദിച്ചു. എല്ലാ കോളേജിലും ഉണ്ടാവുന്ന പോലെ ഒരു ഹീറോ. നമ്മുടെ ക്ലാസ്സിലെ സുബി പറഞ്ഞില്ലേ ഒരാഴ്ച ആ ചേട്ടൻ ലീവാണെന്ന്, ഇന്ന് വരുമെന്നും. ആ മനസ്സിലായി, വന്നോട്ടെ, നമുക്ക് കാണാലോ. ആമി സന്തോഷത്തോടെയും നാണത്തോടെയും പറഞ്ഞു കേട്ട് 3 പേരും അവളെ നോക്കി. ഡി വൃത്തികെട്ടവളെ, നിന്റെ കല്യാണം കഴിഞ്ഞത് ഓർമ്മ വേണം. ഇനി ആദ്യേട്ടനെ നോക്കി അവിടെ ഇരുന്നു. നീയും ഒതുങ്ങി നിന്നു. നിന്റെ ചാച്ചനെ കുപ്പിയിലാക്കാനുള്ള വഴി നോക്ക്. ഇവിടെ സിംഗിളായവ ചത്തൊടുങ്ങിയിട്ട് മതി നിങ്ങളൊക്കെ. ആവി പറഞ്ഞത് കേട്ട് മിലി അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നോട്ടെ, ഞാൻ ഇവിടെ കുറച്ച് ആസ്വദിക്കട്ടെ. ആമി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ആമി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? പാവി ആമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇതിപ്പോ എന്താ ഇങ്ങനെ? നീ ചോദിക്കുമുത്തേ. ആമി ഒന്നുകൂടെ ചുറ്റിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആദ്യമായിട്ട് നിന്നെ കെട്ടി, പക്ഷെ ഇതുവരെ മൂപ്പരെ ഏട്ടാന്ന് വിളിച്ചത് ഞാൻ കേട്ടിട്ടില്ല. പവിത്ര ചോദിച്ചത് കേട്ടപ്പോൾ തന്നെ മറ്റു രണ്ടെണ്ണം ചിരിക്കാൻ തുടങ്ങി. പവി, ഇവള് ആദ്യേട്ടനെ ഏട്ടാന്ന് വിളിക്കില്ല. അതെ, അങ്ങേര് ആളങ്ങനെയൊക്കെ പറയും. ആബി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതെന്താടി അങ്ങനെ? മിലി അവളുടെ തോലിലൂടെ കൈയിട്ട് ചോദിച്ചു. എനിക്ക് തോന്നും വിളിക്കണം എന്നൊക്കെ, നാവിൻ്റെ തുമ്പിൽ വന്ന് നിൽക്കും, പക്ഷെ വിളിക്കാൻ ഒരു മടിയാണ്. അതെന്തായെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോ നീ ഇതുവരെ വിളിച്ചിട്ടില്ലേ? പവി അത്ഭുതത്തോടെ ചോദിച്ചു. ഇല്ല, ആമി ഇടിച്ചുകൊണ്ട് പറഞ്ഞു. ദുരന്തം, അതിനൊക്കെ നമ്മുടെ ആബി. നാവൊന്ന് നീങ്ങിയാൽ അത് ഇച്ചായ എന്നാവും. മിലി പറഞ്ഞത് കേട്ട് ആബി അവൾക്കിട്ടൊന്ന് കൊടുത്തു. അവരുടെ സംസാരം ക്ലാസ് വരെ നീണ്ടു. പിന്നെ അങ്ങോട്ട് ഓരോ ടീച്ചേഴ്സിൻ്റെ ഓരോ ക്ലാസ് ആയിരുന്നു. വൈകുന്നേരം വരെ ആയിട്ടും പിള്ളേര് ആ ഹീറോയെ കണ്ടില്ല. ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ആബിയുടെയും ആമിയുടെയും മുഖത്ത് നിരാശയുണ്ടായിരുന്നു. ഗ്രൗണ്ടിലെത്തിയപ്പോഴാണ് ആരോ പറഞ്ഞത് അവർ വന്നിട്ടുണ്ടെന്ന്. ആബി മിലിയും കേട്ട പാതി കേൾക്കാത്ത പാതി ഇറങ്ങി ഓടി. പുറകെ തന്നെ ആമി പവിത്രയെ വിളിച്ചോടി. ഒരു ബുള്ളറ്റിലിരുന്ന് കൂട്ടുകാരടുത്ത് സംസാരിക്കുന്നവനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആവി പറഞ്ഞു. ദതാണ് മോളെ, എന്നാ ലുക്കാണടി. അവനെ കണ്ടതും ആമിയുടെ മുഖം മാറി. സങ്കടമോ നിരാശയോ എന്തൊക്കെയോ അവളെ വന്ന് മൂടുന്നത് പോലെ തോന്നി അവൾക്ക്. എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് അയാൾ കാണുന്നത് തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ഒരു ജോഡി കണ്ണുകളാണ്. അവളുടെ ഒഴുകാൻ വെമ്പി നിൽക്കുന്ന കണ്ണുകളും വിറയ്ക്കുന്ന അതിരങ്ങളും കണ്ട് അവളെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അയാൾ പതിയെ ബൈക്കിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു. ആബിയും മിലയും പവിത്രയും ഇവിടെ എന്താ നടക്കുന്നത് നോക്കി നിൽക്കാണ്. ആമി, അവന്റെ സ്വരം അവളുടെ കാതിൽ പതിഞ്ഞപ്പോൾ ആണ് അവൾക്ക് സ്ഥലകാല ബോധം വന്നത്. അവനെ നോക്കി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. അവിടെ നിന്നോടി ഗേറ്റ് കടന്നു. പുറകിൽ നിന്ന് ആമി എന്ന തൻ്റെ കൂട്ടുകാരുടെ വിളിയും അവൻ്റെ ശബ്ദവും കേട്ടെങ്കിലും അവിടെ നിൽക്കാൻ അവൾക്ക് സാധിച്ചില്ല. പെട്ടെന്ന് കിട്ടിയ ഒരു ഓട്ടോയിൽ കയറി. അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞു. അയാളുടെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ ആഗ്രഹിച്ചു. ഓട്ടോ വീടിൻ്റെ മുമ്പിൽ നിർത്തിയപ്പോൾ അവൾ കണ്ണ് തുറന്ന് ഓട്ടോക്കാരന് പൈസ കൊടുത്ത് വീട്ടിലേക്ക് ഓടി. മുറ്റത്ത് നിർത്തിയിട്ട് ആദിയുടെ വണ്ടി അവൾ കണ്ടില്ല. ഡ്രൈവർ രഘുവേട്ടൻ അവളെ വിളിച്ചുവെങ്കിലും അതൊന്നും കേൾക്കാതെ കരഞ്ഞു നൽകിയ കണ്ണുമായി വീട്ടിലേക്ക് ഓടിക്കേറി. തൻ്റെ മുറിയിൽ പോയി കട്ടിൽ വീഴുമ്പോൾ അയാളുടെ മുഖവും കഴിഞ്ഞുപോയ കാലങ്ങളും അവളുടെ മനസ്സിലേക്ക് വന്നു. ആദ്യ മുറിയിൽ നിന്ന് ഒരു ഫയലെടുത്ത് ഉമ്മറത്തെ വാതിൽ പൂട്ടുമ്പോൾ രഘുവേട്ടൻ പുറത്തുനിന്ന് വിളിച്ചു. സാർ. ആദ്യ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ ഉമ്മറത്തെ പടിയുടെ അടുത്തെത്തിയിരുന്നു. ആദ്യ എന്താ എന്ന് ചോദിച്ചു. ആമിമോള്, അവൾ കുറച്ച് കഴിയും വരാൻ, നമുക്ക് പോവാം. അല്ല സാർ, മോള് വന്നിട്ടുണ്ട്. രഘുവേട്ടൻ പറഞ്ഞത് കേട്ട് ആദ്യം ഞെട്ടി അയാളെ നോക്കി. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ? ആദ്യം ചോദിച്ചു. കരഞ്ഞുകൊണ്ടാണ് പോയത്, ഞാൻ വിളിച്ചിട്ടൊന്നും നിന്നില്ല. അയാൾ പറഞ്ഞത് കേട്ട് ആദ്യ വേഗം വാതിൽ തുറന്ന് അവളുടെ മുറിയിലേക്ക് ഓടി. കട്ടികൾ കമിഴ്ന്ന് കിടക്കുന്നവളുടെ ഏങ്ങിലടികൾ കേൾക്കാം. ആദ്യം അവളുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു. പക്ഷെ അതൊന്നും കേട്ടില്ല. ആദ്യം അവളെ ബലം പ്രയോഗിച്ചുകൊണ്ട് നേരെ ഇരുത്തി. ആമി, എന്തിനാ കരയുന്നേ? കാര്യം പറ. അവളുടെ അടുത്തിരുന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ അവളൊരു പൊട്ടിക്കരച്ചിലോട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ആദ്യം അവനൊന്നും ഞെട്ടിയെങ്കിലും പിന്നെ അവൻ്റെ കൈകൾ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പുറത്ത് തട്ടിക്കൊടുത്തു. അവളുടെ കൈകൾ അവൻ്റെ യൂണിഫോമിൽ മുറുകി. ആദ്യേട്ട. ഇടറിയ ശബ്ദത്തോടുള്ള അവളുടെ വിളി അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. ആദ്യമായി അവളുടെ നാവിൽ നിന്ന് കേട്ടതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയായി സ്ഥാനം പിടിച്ചു. ആമിസേ. കവിളിൽ കൈ ചേർത്ത് ഏറെ സൗമ്യതയോട് ഉള്ള അവൻ്റെ വിളിയിലാണ് അവളെ താനിപ്പോൾ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് തിരിച്ചറിയിച്ചത്. പെട്ടെന്ന് തന്നെ അവനിൽ നിന്ന് മാറി കണ്ണു തുടച്ചു. അപ്പോഴാണ് അവിടേക്ക്
ആബിയും മിലിയും വന്നത്. എന്താടി നീ എന്തിനാ ഓടിയത്? കിതച്ചുകൊണ്ട് മിലി ചോദിച്ചു. ആദ്യം മറ്റൊന്നും പറയാതെ താഴേക്കിറങ്ങി. ഉമ്മറത്ത് ചെന്നപ്പോൾ രഘുവേട്ടൻ കാര്യം അറിയാൻ അവനെ നോക്കി. ഒന്നുമില്ല രഘുവേട്ട, അതെന്തോ ചെറിയ പ്രശ്നമാണ്. രഘുവേട്ടൻ പൊക്കോ, ഞാൻ ഇത്തിരി കഴിഞ്ഞ് വന്നേക്കാം. വണ്ടി ഇവിടെ നിന്നോട്ടെ, നിങ്ങളൊരു ഓട്ടോ വിളിച്ച് പോയില്ലേ? അയാൾ മറുപടിയായി തലകുലുക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. അയാൾ നിനക്കറിയോ? ആബി ചോദിച്ചത് കേട്ട് ആമി തലയാട്ടി അറിയാമെന്ന് പറഞ്ഞു. എങ്ങനെ? മിലി ചോദിച്ചപ്പോൾ ആമിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഒരു കാലത്ത് ഏറെ സ്നേഹിച്ചിരുന്നവൻ ഒരു വാക്ക് പറയാതെ എന്നെ വിട്ടു പോയപ്പോഴും അവന് വേണ്ടി കാത്തിരുന്നു. എൻ്റെ ആദ്യ പ്രണയം. ആമി പറഞ്ഞത് കേട്ട് മറ്റു രണ്ടെണ്ണവും മുഖത്തോട് മുഖം നോക്കി. നീ തെളിച്ചു പറ. ഞാൻ 8ൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ കുട്ടി വന്നു. പേര് സൂര്യ. ഞങ്ങൾ പെട്ടെന്ന് കൂട്ടായി. അവളില്ലെങ്കിൽ ഞാനോ, ഞാനില്ലെങ്കിൽ അവനോ ഇല്ല എന്ന അവസ്ഥയിൽ. 9ലെത്തിയപ്പോൾ ഞങ്ങൾ അതേ സ്കൂളിലേക്ക്. +1ൽ അവളുടെ ചേട്ടൻ വന്നു. ഒത്തിരി ഒന്നും സംസാരിക്കില്ലെങ്കിലും ഞങ്ങളോട് വലിയ കാര്യമായിരുന്നു. ഒരു ദിവസമാണ് ആളെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ആദ്യമെല്ലാം ഞാൻ എതിർത്തെങ്കിലും സൂര്യയുടെ സംസാരത്തിൽ എപ്പോഴും ഞാനും ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ പ്രണയിച്ചു. കൗമാരപ്രായത്തിൽ തോന്നുന്ന വെറും അട്രാക്ഷനാണത് എന്ന് നന്ദൻ പറഞ്ഞപ്പോഴും അല്ല എന്ന് ഞാൻ വാദിച്ചു. ആരും കാണാതെ ഫോൺ ചെയ്തു. വൈകുന്നേരം സ്കൂളിൻ്റെ ഇടവയിൽ കൂടെ സംസാരിച്ച് നടന്നു. 10ൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ കുഴഞ്ഞു വീണത്. അന്നും പറഞ്ഞു ഒരിക്കലും കൈവിടില്ലെന്ന്. 10ൽ എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നു. പിന്നെ ഞാൻ കണ്ടില്ല. എന്നെ കാണാൻ വന്നിട്ടുമില്ല. ഏറെ സ്നേഹിച്ച ആളെ പെട്ടെന്നൊരു ദിവസം കാണാതായാൽ സഹിക്കാൻ പറ്റും. പിന്നെ ഞാൻ മറ്റൊരവസ്ഥയിലായിരുന്നു. ആരോടും മിണ്ടാനോ ചിരിക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല. നന്ദൻ വന്ന് കാര്യം ചോദിച്ചു. എല്ലാം പറഞ്ഞപ്പോൾ നന്ദൻ പോയി അന്വേഷിച്ചു. ആർക്കും അറിയില്ല എന്തിനാ അവർ അവിടെ നിന്ന് പോയതെന്ന്. എന്തെങ്കിലും വരുമെന്ന് കരുതി കാത്തിരുന്നതാ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേറെ പലതും നടന്നു. എൻ്റെ ജീവിതം വേറെ അവസ്ഥയിലേക്ക് മാറി. ഇന്ന് അവിടെ വെച്ച് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ലടി. ആമി പറഞ്ഞുകൊണ്ട് ആബിയെ കെട്ടിപ്പിടിച്ചു. അവർക്ക് രണ്ടുപേർക്ക് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. വാതിൽപ്പടിയിൽ നിന്ന് ആദിയുടെ മനസ്സിൽ ഒരു കല്ലെടുത്ത് വെച്ച പോലെ ആയിരുന്നു. ആരും കാണാതെ അവൻ തൻ്റെ മുറിയിലേക്ക് കയറി. ഡി, നീ ഇങ്ങനെ കരയില്ലേ? എല്ലാം കഴിഞ്ഞതല്ലേ, പോട്ടെ. ആബി പറഞ്ഞത് കേട്ട് ആമി കണ്ണുകൾ തുടച്ച് തലയാട്ടി. നിനക്കിപ്പോഴും അയാളെ ഇഷ്ടമാണോ? മിലി മടിച്ചുകൊണ്ട് ചോദിച്ചു. ഈ താലി എൻ്റെ കഴുത്തിൽ വീണ അന്ന് തൊട്ട് ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. ഈ താലിക്ക് ഒരു പക്ഷെ ഇത്തിരി കാലമേ ആയുസ്സുണ്ടാവും. പക്ഷെ അക്കാലം വരെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടാവില്ല. അംഗീകരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും കഴിയുന്നു തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. താലി കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മിലിയും ആബിയും ഒന്നും പറയാതെ മുറി വിട്ടിറങ്ങി. അല്പസമയത്തിന് ശേഷം ആമി കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞിറങ്ങി താഴേക്ക് പോവാൻ നോക്കുമ്പോൾ ആദിയുടെ മുറിയിലേക്കൊന്ന് നോക്കി. വാതിൽ പകുതിയിൽ കൂടുതൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. താഴേക്ക് നോക്കുമ്പോൾ മുറ്റത്ത് കാറുണ്ട്. അതുകൊണ്ട് ആൾ പോയിട്ടില്ലെന്ന് മനസ്സിലായി. അവൾ അടുക്കളയിൽ കയറി 2 ഗ്ലാസ് ചായ എടുത്ത് പുറത്ത് കിടക്കുമ്പോൾ ആദ്യം ഫോൺ ചെയ്തുകൊണ്ട് പടികൾ ഓടിയിറങ്ങുന്നത്. ഒരു 5 മിനിറ്റ് സാർ, ദാ എത്തി. വേഗം തന്നെ കാറും എടുത്ത് പോയി. ആമിയാണെങ്കിൽ ചായയും പിടിച്ച് ഉമ്മറത്തും. അവൻ പോയ വഴിയെ നോക്കി അല്പനേരം നിന്നു. എന്നിട്ട് അവൾ ഒരു ചായ തിരിച്ചു കൊണ്ടുവച്ചു. ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഉമ്മറപ്പടിയിൽ നിന്ന് നന്ദനെ വിളിച്ചു. നന്ദ. മറുഭാഗത്തു നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു എന്ന് കണ്ടപ്പോൾ തന്നെ ആമി വിളിച്ചു. പറയടോ, പണിയിലാണോ? ഇല്ല, നീ പറ. ഞാനിന്ന് അയാളെ കണ്ടു. ആരെ? സുരാജേട്ടനെ. മറുഭാഗത്തു നിന്നുള്ള നിശബ്ദത അവളെ സങ്കടത്തിലാഴ്ത്തി. നന്ദ ഇടറിയ ശബ്ദത്തോട് ഒന്നുകൂടെ വിളിച്ചു. ആ, നീ പറ, എവിടെ വെച്ച്? കോളേജിൽ വെച്ച്. എൻ്റെ സീനിയറാണ്. ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. സാരില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതോർത്തിരിക്കേണ്ട. നീ ഇന്ന് മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്. അവൾ നിന്നോടുള്ളത് ആത്മാർത്ഥ പ്രണയമായിരുന്നെങ്കിൽ നിന്നെ തിരഞ്ഞവൻ വന്നേന്. അതോട് പറഞ്ഞു നീ? ഇല്ല. സമയം കിട്ടുമ്പോൾ പറഞ്ഞേക്ക്. അതിനവൾ ഒന്നും മൂളി. അല്പസമയത്തെ സംസാരത്തിന് ശേഷം ഫോൺ കട്ട് ചെയ്തു. സമയം 5 കഴിഞ്ഞു. ആദ്യം വന്നിട്ടില്ല എന്ന് കണ്ട് അവൾ വാതിൽ പൂട്ടി കുടമാളൂർ അമ്മയുടെ അടുത്തേക്ക് നടന്നു. ഭഗവതിയുടെ മുന്നിലെത്തി കൈകൂപ്പി നിന്നു. മുന്നിൽ കൊണ്ട് നിർത്തല്ലേ എന്ന് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ അയാളെ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്? പഴയതെല്ലാം മറന്ന് ഞാൻ എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ ശ്രമിക്കുമ്പോൾ എന്തിനെന്നെ ഇനി ഇങ്ങനെ പരീക്ഷിക്കുന്നു ഭഗവതി? എല്ലാ ദിവസവും വെറ്റില തരുന്നതിന് നന്ദിയാണോ ഈ കാട്ടണത്? പരീക്ഷിക്കല്ല അമ്മേ. കണ്ണുകൾ കൂപ്പി മനസ്സിൽ പരിഭവം പറഞ്ഞു.
വെറ്റില കൊടുത്ത് വണങ്ങി അവൾ വീട്ടിലേക്ക് നടന്നു.